Chapter 5 Continuity and Differentiability Part 4. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ പ്രോബ്ലംസ്, ഇമ്പോർട്ടൻ്റ് ആയ 3 തിയറംസ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ട്സ്. അപ്പോൾ ഇതിൽ നമ്മൾ 10 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട്സ് നന്നായിട്ട് എഴുതി വെക്കണം. അതുപോലെ തന്നെ പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കണം. പാർട്ട് 3 നമ്മൾ നോക്കിയിട്ടുണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. A real function f is said to be continuous if it is continuous at every point in the domain of f. If a function is continuous at all points of its domain, then that function is said to be continuous function. ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയാൽ ആ ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറയും. That is, f is said to be continuous function if for all a belongs to D domain of f, limit extends to a f of x exists and limit extends to a f of x is equal to f of a. F is said to be continuous at x equal to a if limit extends to a f of x exists and this limit is equal to f of a. Limit of function equal to value of function at a. If the function is continuous at all a belongs to its domain, then that function is said to be a continuous function. Piecewise function ആണെങ്കിൽ ചില സമയത്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അന്നേരം കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ കണ്ടീഷൻ വരുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു limit extends to a plus f of x equal to f of a. That is, left hand limit equal to right hand limit equal to value of the function at x equal to a. If domain of f d equal to closed interval a b. അതായത് ഇതാണ് നമ്മുടെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇപ്പോൾ നമ്മൾ എൻ പോയിൻറ്റ്സിൽ ചെയ്യേണ്ടത് എന്താണ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ഇപ്പോൾ നമ്മളിവിടെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. ഫംഗ്ഷൻ എയുടെ ലെഫ്റ്റ് സൈഡിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. എ എന്ന് പറഞ്ഞ പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം, എഫ് ഓഫ് എ കണ്ടുപിടിക്കാം. അത് രണ്ടും ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം. ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അതുപോലെ തന്നെ എൻ പോയിന്റ് എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഫംഗ്ഷൻ ബിയുടെ റൈറ്റ് സൈഡിൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ഫൈൻഡ് എഫ് ഓഫ് ബി. അത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. f is continuous at x equal to a if limit extends to a plus f of x equal to f of a. x equal to a എന്ന് പറഞ്ഞ പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. f is continuous at x equal to b if limit extends to b minus f of x equal to f of b. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ബി. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to. Function is not defined to the left of 0 and the function approaches to 0 when x tends to 0. X tends to 0 from right side. Then f of x tends to 0. Algebraically നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. 0 പ്ലസ് മീൻസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 0 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0. ആൻഡ് എഫ് ഓഫ് 0 എക്സ് ഈക്വൽ ടു 0 ഇവിടെയാണ്. എഫ് ഓഫ് 0 ഇസ് 0 സ്ക്വയർ, സോ 0. So these two values are equal. So f is continuous at x equal to 0. Now at x equal to 2, limit x tends to 2 minus f of x equal to 0 because x tends to 2 minus means x approaches 2 and x is less than 2. When x is less than 2, f of x is 2 minus x. So limit x tends to 2, 2 minus x is 2 minus 2 which is 0. And f of 2, here x is equal to 2. f of 2 is 2 minus 2, so that is also 0. So left hand limit at 2 is equal to f of 2.
സോ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ഇപ്പോൾ എൻ പോയിൻറ്റ്സിൽ വരുന്ന സമയത്ത് നമ്മൾ വൺ സൈഡഡ് ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റേ ലിമിറ്റ് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട്, ഫംഗ്ഷൻ ഈ ഭാഗത്ത് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയിൽ നമ്മൾ 10 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. 10 പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ്. ഇത് നമ്മൾ അവസാനം റിസൾട്ടായിട്ട് എഴുതും. ആ റിസൾട്ടിനെ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. വാട്ട് യു മീൻ ബൈ പോളിനോമിയൽ ഫംഗ്ഷൻ? പോളിനോമിയൽ ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. യെസ്, എക്സ് സ്ക്വയർ പ്ലസ് 1, 2x plus 3. A polynomial function is of the form f of x equal to a0 plus a1x plus a2x square plus etc. plus an x raised to n, where a0, a1, a2 etc. an are real numbers and n is whole number. n can take values 0, 1, 2, 3 etc. ഈ a0, a1, a2 etc. an നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. n എന്തായിരിക്കണം? n whole number ആയിരിക്കണം. അതായത് n can takes values 0, 1, 2, 3 etc. When n equal to 0, we get a0, any real number, f of x equal to 5. It is known as constant polynomial. When n is equal to 1, f of x equal to a0 plus a1x, 5x plus 3, 2x plus 1, linear polynomials. When n is 2, we get quadratic polynomial, etc. For a real number a, limit x tends to a f of x is a polynomial. So, limit x tends to a f of x is equal to f of a. ഈ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. Since f of x is a polynomial, limit x tends to a f of x is equal to f of a. So, polynomial function is continuous at x equal to a for all a belongs to set of all real numbers. So, every polynomial function is continuous. Now, second one, prove that every rational function is continuous. Rational functions are of the form p of x by q of x. q of x is not equal to 0, where p of x and q of x are polynomial. ഈ ടൈപ്പ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. 5x plus 1 divided by x plus 5, 2x plus 1 divided by x square, etc. are rational functions. p of x ഒരു പോളിനോമിയൽ ആയിരിക്കും, q of x പോളിനോമിയൽ ആയിരിക്കും. ലിമിറ്റ് x tends to a f of x is equal to limit x tends to a, here f of x is p of x by q of x. Now p of x is a polynomial, limit x tends to a p of x by q of x is equal to limit x tends to a p of x divided by limit x tends to a q of x. That is equal to p of a divided by q of a, where q of a not equal to 0. Now this is equal to f of a. So, limit x tends to a f of x is equal to f of a. So, rational function is continuous. Sine x ന്റെ ഗ്രാഫാണ്. ഇനി നമ്മൾ സൈൻ എക്സിൻ്റെ കണ്ടിന്യൂറ്റി ആണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, when x tends to 0, sin x tends to 0. When x tends to 0 from left side and x tends to 0 from right side, sin x tends to 0. Now, next problem is discuss the continuity of sine function. We have limit x tends to 0, sin x is equal to 0. When x tends to 0, x approaches to 0, sin approaches to 0. Similarly, when x tends to 0, cos x is tending to 1. Limit x tends to 0, cos x is equal to 1. f of x equal to sin x is defined for all real numbers. Now, take a belongs to R. A is a real number. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡാണ്. പുട്ട് എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡാണ്. അതായത് പുട്ട് എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച്. വെൻ എക്സ് ടെൻസ് ടു എ, ഫ്രം ദിസ് ഇക്വേഷൻ എച്ച് ഈക്വൽ ടു എക്സ് മൈനസ് എ. When x tends to a, x is very close to a, then a minus a tends to 0. എയുടെ തൊട്ടടുത്ത് വരുന്ന ഒരു വാല്യൂ ആണ് എക്സ്. അപ്പോൾ എ മൈനസ് എ പോലെയാണ് വരുന്നത്. എയിൽ നിന്ന് കുറച്ച് കൂടുതലോ കുറച്ച് കുറവായിരിക്കും. അന്നേരം ഈ ഡിഫറൻസ് ടെൻസ് ടു 0 ആയിരിക്കും. എക്സ് മൈനസ് എ ടെൻസ് ടു 0. So, limit x tends to a f of x equal to limit x tends to a sin x. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എക്സിന് എ കൊടുക്കാൻ പറ്റില്ല, കാരണം സൈൻ എക്സ് പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല. പോളിനോമിയൽ ഫംഗ്ഷൻ ആകുന്ന സമയത്ത് നമ്മൾ ആ റിസൾട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളത് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ വെൻ എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ.
Sin x is not a polynomial function. അപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ പ്രൂവ് ചെയ്യേണ്ടി വരും. x ഈക്വൽ ടു a പ്ലസ് h കൊടുക്കണം. When x tends to a, h tends to 0. Now this is of the form sin x plus y. നമുക്കറിയാം sin x plus y equal to sin x cos y plus cos x sin y. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. Sin a plus h equal to sin a cos h plus cos a sin h. h tends to 0, cos h tends to 1. When h tends to 0, sin h tends to 0. So this is equal to sin a into 1 plus cos a into 0. Now sin a into 1 is sin a, cos a into 0 is 0. So we get sin a. So limit x tends to a, f of x is equal to f of a. Therefore sin x is continuous at all real number a. Therefore sin x is a continuous function. ഇതുപോലെ തന്നെ cos x നെ നമുക്ക് പ്രൂവ് ചെയ്യാം. Similarly cos x is a continuous function. Tan x is continuous in its domain. So all trigonometric functions are continuous in their domain. Now fourth one, show that modulus function is a continuous function. Here function is f of x equal to modulus of x, x belongs to R. Now by definition of modulus function, f of x equal to x when x greater than or equal to 0, minus x when x less than 0, or f of x is equal to x greater than or equal to 0. ഇവിടെ രണ്ട് ഇക്വേഷൻ വരും നമുക്ക്. When x greater than 0, x. When x is equal to 0, x, that is 0. When x is 0, function is 0. X equal to 0, f of x is 0. When x less than 0, minus x. So f of x equal to minus x when x less than 0, equal to 0 when x is equal to 0, x when x greater than 0. When x less than 0, f of x is minus x, which is a polynomial. So it is continuous. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. When x greater than 0, f of x is x. Again it is a polynomial, linear polynomial. So it is continuous. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 0 വരുന്ന സമയത്താണ്. ഇപ്പോൾ 0 വരുന്ന സമയത്ത് ഫംഗ്ഷൻ നോക്കിയേ, x ഈക്വൽ ടു 0, 0. When x less than 0, minus x. When x greater than 0, x. 3 വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് 0 3 വാല്യൂസ് കണ്ടുപിടിക്കണം. അത് മൂന്നും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. When x less than 0, f of x equal to minus x. That is f of x is a polynomial function. So it is continuous in open interval minus infinity 0. When x greater than 0, f of x equal to x. That is f of x is a polynomial function. So it is continuous in open interval 0 infinity. When x equal to 0, f of 0 equal to 0. Limit x tends to 0 minus f of x. When x is less than 0, x tends to 0 minus means x is very close to 0 and x is less than 0. When x less than 0, f of x is minus x. Now put x equal to 0. So we get 0. Now right hand limit, limit x tends to 0 plus f of x. X is very close to 0 and x is greater than 0. When x greater than 0, f of x is x. Limit x tends to 0, x is 0. Put x equal to 0, so we get 0. So here left hand limit equal to right hand limit, which is equal to f of 0. So f of x is continuous at x equal to 0. So modulus function is a continuous function. Then modulus function. When x less than 0, f of x is minus x, which is continuous. When x is greater than 0, f of x is x, which is continuous. At 0, left hand limit tends to 0, right hand limit is also 0, and f of 0 is also 0. So left hand limit equal to right hand limit, which is equal to f of 0. So the function is continuous. Graph side lo varachu vechekkanam. Algebraic ആയിട്ട് അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള മെത്തഡും നന്നായിട്ട് എഴുതിയിട്ട് അതും പഠിച്ചു വെച്ചേക്കണം. Now fifth one, show that all constant functions are continuous. Let f of x equal to c, a constant. Okay, consider a constant function. C is a constant. Let a belongs to R, a be any real number. Limit x tends to a, f of x equal to, limit x tends to a function, f of x is c. Now here f of x is a constant function. x ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ ആ കോൺസ്റ്റൻറ്റ് c തന്നെ ആയിരിക്കും. ഇപ്പോൾ എക്സ് എൻ്റെ അടുത്ത് പോകുന്ന സമയത്തും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, c തന്നെ ആയിരിക്കും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു a, c is equal to c.
ആൻഡ് വി ഹാവ് എഫ് ഓഫ് എ ഈസ് ഓൾസോ സി. എക്സ് ഏത് വാല്യൂ എടുത്താലും ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും സി തന്നെയായിരിക്കും, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. സോ limit x tends to a, f of x is equal to f of a. So constant function is continuous. All constant functions are continuous. ഇനി നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു മെത്തഡാണ് ഇവിടെ നോക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മെത്തഡ് ഉപയോഗിക്കും. അപ്പോൾ ഈ മെത്തഡ് ഒന്ന് നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. Put x equal to a plus h to find right hand limit. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. x equal to a plus h. ലിമിറ്റ് x tends to a plus f of x equal to ലിമിറ്റ് h tends to 0 f of a plus h. x ഉള്ള സ്ഥലത്ത് a plus h കൊടുക്കാം. where h is greater than 0. a plus h greater than 0. This is always greater than a. Here x is tending to a and x is greater than a. So take x equal to a plus h. a plus h is always greater than a. To find left hand limit, substitution is x equal to a minus h. Limit x tends to a minus f of x equal to limit h tends to 0. x illa സ്ഥലത്ത് a minus h കൊടുക്കണം. When x tends to a, h tends to 0. Limit h tends to 0 f of a minus h. a minus h where h is greater than 0 is always less than a. a minus h, എയിൽ നിന്നും ഒരു ചെറിയ വാല്യൂ കുറക്കുന്നതാണ്, അതെപ്പോഴും എനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ a മൈനസ് എച്ച് ഉപയോഗിക്കണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് a പ്ലസ് എച്ച്, എൻ്റെ കൂടെ ഒരു ചെറിയ നമ്പർ ആഡ് ചെയ്യുന്നതാണ്. എച്ച് ഇസ് എ വെരി സ്മോൾ നമ്പർ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ a പ്ലസ് എച്ച് എപ്പോഴും എയുടെ റൈറ്റ് സൈഡിൽ വരും, a മൈനസ് എച്ച് എപ്പോഴും എയുടെ ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ ഈ മെത്തഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ. എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച് ഫോർ ഫൈൻഡിങ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എക്സ് ടെൻസ് ടു എ ഫ്രം ലെഫ്റ്റ് സൈഡ് എ മൈനസ് എച്ച്. വെൻ എക്സ് ടെൻസ് ടു എ ഫ്രം റൈറ്റ് സൈഡ് put a plus h. a plus h is always greater than a. a minus h is always less than a. h is always greater than 0. Find all points of discontinuity of the greatest integer function defined by f of x equal to greatest integer x, where greatest integer x denotes the greatest integer less than or equal to x. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ജിയോജിബ്രയിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫ്ലോർ എക്സ്. രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്, ഫ്ലോർ എക്സ് ആൻഡ് സീൽ എക്സ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലോർ എക്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇത് എവിടെയാണ് കണ്ടിന്യൂസ് അല്ലാത്തത്? ഇപ്പോൾ ഇവിടെ നോക്കിയേ 1 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ഗ്രാഫ് ഇവിടെയാണ്. ഗ്രാഫ് ഇവിടം വരെ വന്നു, ഇവിടുന്ന് മുകളിലോട്ടൊരു ചാട്ടം വരും. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ഈ പോയിന്റ് ഗ്രാഫിലില്ല. വെൻ എക്സ് ഇസ് 2 എഫ് ഓഫ് എക്സ് ഇസ് 2. ഇപ്പോൾ ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്കൊരു ചാട്ടാണ്. അതുപോലെ തന്നെ ഇവിടം വരെ ഗ്രാഫ് വരും, അവിടെ നിന്ന് ഇവിടത്തേക്കൊരു ജമ്പാണ്. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് 1 2 3 0 -1 -2 എക്സെട്ര എന്നുള്ള പോയിന്റ്സ് ആണ്. നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് 0 1 2 3 എക്സെട്ര -1 -2 -3 എക്സെട്ര നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ ഓൾജിബ്രിക്കലായിട്ട് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2, ഇപ്പോൾ എക്സാമിൽ ഇതുപോലെ പ്രോബ്ലം വന്നാൽ പ്രൂവ് ദാറ്റ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഗ്രാഫ് വരച്ചാൽ മാത്രം പോരാ, ഓൾജിബ്രിക്കലി നമ്മൾ ഇതുപോലെ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഈ മെത്തഡ് നന്നായിട്ട് പഠിച്ചിട്ട് വെക്കണം. എക്സ് ഈക്വൽ ടു 2 ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂറ്റി ആണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് എ മൈനസ് എച്ച്. ഹിയർ എ ഇസ് 2, 2 മൈനസ് എച്ച്. limit x tends to 2 minus f of x is limit h tends to 0 f of 2 minus h. 2 minus h is less than 2. Now f of 2 minus h is greatest integer 2 minus h. 2 minus h എന്ന് വെച്ചാൽ 2ൽ നിന്നും ഒരു നമ്പർ കുറച്ചു. 2ൽ നിന്നും ഒരു നമ്പർ, ചെറിയൊരു നമ്പർ കുറച്ച് കഴിഞ്ഞാൽ അത് 2ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും.
2ൽ നിന്ന് കുറച്ച് കുറയും, അതായത് 1 പോയിൻറ്റ് സംതിങ് വരും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1 പോയിൻറ്റ് സംതിങ് വന്നാൽ അതിൻ്റെ വാല്യൂ വരുന്നത് 1 ആണ്. ഇവിടെ ഇരിക്കുന്ന റിയൽ നമ്പറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജറാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജറിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. 2ന് തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എക്സിന് പകരം 2 പ്ലസ് എച്ച് കൊടുക്കണം. 2 പ്ലസ് എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2. എച്ച് ഇസ് എ വെരി സ്മോൾ നമ്പർ. അപ്പോൾ ഇത് 2 പോയിൻറ്റ് സംതിങ് ഉണ്ടാവും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 2 പ്ലസ് എച്ച്. നൗ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 2. 2 പോയിൻറ്റ് പിന്നെ ഒരു ചെറിയ നമ്പറാണ്, 2 പോയിൻറ്റ് സംതിങ് വരും. ഇപ്പോൾ 2 പോയിൻറ്റ് സംതിങ് വന്നാലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 2 എന്തായിരിക്കും? 2 ആണ് വരുന്നത്. So here left hand limit is not equal to right hand limit. So the function is not continuous at x equal to 2. ഇനി നമ്മൾ ജനറലായിട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് all points of discontinuity. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഫംഗ്ഷൻ is not continuous at x equal to 2. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് കേസായിട്ടാണ് എടുക്കുന്നത്. എക്സ് ഇസ് എ റിയൽ നമ്പർ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഇൻറ്റീജർ. ഇൻറ്റീജർ അല്ലാത്ത ഒരു റിയൽ നമ്പറിൽ എന്താ സംഭവിക്കുന്നത്? ഇൻറ്റീജർ ആയ ഒരു നമ്പർ എടുക്കും. പിന്നീട് കേസ് 2ൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എ ഇസ് ഇൻറ്റീജർ. കേസ് 1ൽ എ ഇസ് റിയൽ നമ്പർ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ആൻ ഇൻറ്റീജർ. So here a is a real number which is not equal to an integer. Limit x tends to a, f of x is equal to limit x tends to a, f of x is greatest integer x, that is equal to greatest integer a which is equal to f of a. Greatest integer x, x tends to a is greatest integer a itself which is equal to f of a. Therefore, the function is continuous at all real numbers not equal to an integer. Integer അല്ലാത്ത റിയൽ നമ്പറിലെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എ തന്നെ കിട്ടും. സോ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് അറ്റ് ഇൻറ്റീജർ. ഇനി ഇൻറ്റീജർ വരുന്ന കേസിൽ എ ഇൻറ്റീജർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. എഫ് ഓഫ് എ ഇസ് എ വെൻ എ ഇസ് ഇൻറ്റീജർ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എ ഇസ് എ. Greatest integer 1 is 1, greatest integer 2 is 2, greatest integer minus 1 is minus 1. So greatest integer a is a when a is an integer. Limit x tends to a minus f of x equal to, put x equal to a minus h. So limit h tends to 0, f of a minus h. f of a minus h is greatest integer a minus h. എ ഒരു ഇൻറ്റീജർ ആണ്. ഇൻറ്റീജറിൽ നിന്ന് ഒരു ചെറിയ നമ്പർ നമ്മൾ മൈനസ് ചെയ്യും. എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0, എച്ച് ഇസ് വെരി ക്ലോസ് ടു 0. അതായത് എയിൽ നിന്നും ഒരു ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ എനേക്കാളും ചെറിയൊരു നമ്പറാണ് കിട്ടുന്നത്. 5ൽ നിന്നും ഒരു നമ്പർ മൈനസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 5നേക്കാളും ചെറിയൊരു നമ്പർ, അതായത് 4 പോയിൻറ്റ് സംതിങ് ഉണ്ടാകും. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 4 പോയിൻറ്റ് സംതിങ് വന്നാൽ അതിൻ്റെ ആൻസർ 4 ആണ് വരുന്നത്. അതായത് എയിൽ നിന്നും ഒരു ചെറിയ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എ മൈനസ് എച്ചിൻ്റെ ആൻസർ വരുന്നത് എ എന്ന് പറയുന്ന ഇൻറ്റീജറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജർ എ മൈനസ് 1 ആണ് ആൻസർ ആയിട്ട് വരിക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എക്സിന് എ പ്ലസ് എച്ച് കൊടുക്കണം. എ പ്ലസ് എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എ. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എ പ്ലസ് എച്ച്, എനേക്കാളും വലിയൊരു നമ്പർ, അതായത് ഇപ്പോൾ 5 പോയിൻറ്റ് സംതിങ് ഇല്ല പോലെ ഉണ്ടാവും. അപ്പോൾ എന്താ 5 അല്ലേ വരുന്നേ? അതുപോലെ എ പ്ലസ് എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എ. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എ പ്ലസ് എച്ച് ഇസ് എ. എ പ്ലസ് എച്ചിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജർ ആണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എ പ്ലസ് എച്ച്. അപ്പോൾ ഇത് എ പോയിൻറ്റ് സംതിങ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പോൾ നമ്മളിവിടെ എ ഈക്വൽ ടു 6 എന്ന് എടുത്താൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 5ഉം 6ഉം ആയിരിക്കും. എ 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 9ഉം 10ഉം പോലെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എക്ക് ഏത് ഇൻറ്റീജർ എടുത്തു കഴിഞ്ഞാലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് ഇൻറ്റീജർ. ഇപ്പോൾ ഗ്രാഫ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. പക്ഷെ നമ്മൾ ഓൾജിബ്രിക്കലായിട്ട് പ്രൂവ് ചെയ്യേണ്ട മെത്തേഡും കൂടി പഠിച്ചു വെക്കണം. എക്സാമിൽ ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. ഗ്രാഫ് വരച്ച് വെക്കണം. ഗ്രാഫും കൂടി വരച്ച് വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഐഡിയ കിട്ടും. ഇപ്പോൾ ഓരോ ഇൻറ്റീജർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1, 2ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 2. ഇഫ് എ ഈസ് ഈക്വൽ ടു 3, 3യുടെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 2.
3യുടെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 3. So left hand limit is 2, right hand limit is 3. So left hand limit is not equal to right hand limit. So the function is not continuous at x equal to 3. So points of discontinuities are set of all integers. So greatest integer function, greatest integer x in discontinuities set of all integers. This function is discontinuous at infinitely many points. f of x is not continuous at all integers. നോട്ടിൽ ഇതുപോലെ നന്നായിട്ട് എഴുതി വെക്കണം, എന്നിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട് ഇതൊക്കെയാണ്. ഈ റിസൾട്ട് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി വരുന്ന പ്രോബ്ലത്തിലൊക്കെ റിസൾട്ട് നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. First one, constant function is continuous. Second one, polynomial function is continuous. Third one, rational function is continuous. Trigonometric functions are continuous. Modulus function is continuous. ഈ 5 ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ആറാമത് എടുത്തത് ഏതാണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആണ്. അത് മാത്രം കണ്ടിന്യൂസ് അല്ല. എവിടെയാണ് കണ്ടിന്യൂസ് അല്ലാത്തത്? ഇൻറ്റീജേഴ്സിൽ അത് കണ്ടിന്യൂസ് അല്ല നമ്മളിപ്പോൾ നോക്കി. അപ്പോൾ ഈ 5 ഫങ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. Theorem. Suppose f and g be two real functions continuous at a real number a, then f plus g is continuous at x equal to a, f minus g is continuous at x equal to a, f into g is continuous at x equal to a, f by g is continuous at x equal to a, provided g of a not equal to 0. Okay, denominator 0 ആവാൻ പാടില്ല. Then cf is continuous at x equal to a, where c is a real number. ഇപ്പോൾ തിയറം എഴുതി വെക്കാം. ലിമിറ്റിൽ നമ്മൾ ഇതുപോലത്തെ തിയറം പഠിച്ചിട്ടുണ്ട്. സെയിം തിയറം തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇഫ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ, then എഫ് പ്ലസ് ജി ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. സിമിലർലി എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി ആൻഡ് സി എഫ്. ഹിയർ ജി ഓഫ് എ ഇസ് നോട്ട് ഈക്വൽ ടു 0. Suppose f and g are two continuous real functions, then f plus g is continuous, f minus g is continuous, f into g is continuous, f by g is continuous, provided g of x is not equal to 0. ഇതിൻ്റെ ഡൊമൈൻ്റെ അകത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സി എഫ് ഇസ് കണ്ടിന്യൂസ് വെർ സി ഇസ് എ റിയൽ നമ്പർ. ഇപ്പോൾ തിയറം 2 കൂടി എഴുതി വെക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഈസിയാണ്. ലിമിറ്റിൽ നമ്മൾ ഈ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റും. Theorem 3, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറമാണ്. കോമ്പോസിറ്റ് ഓഫ് ടു കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഇസ് കണ്ടിന്യൂസ്. ഇഫ് എഫ് ആൻഡ് ജി ആർ ടു കണ്ടിന്യൂസ് ഫങ്ഷൻസ്, ദെയർ കോമ്പോസിഷൻ എഫ് കോമ്പോസിറ്റ് ജി ഇസ് ഓൾസോ കണ്ടിന്യൂസ്. ഇപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷൻ ആണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഉണ്ടാകും. ഓക്കെ, പ്രോബ്ലം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് 4 പ്രോബ്ലംസ് ഇവിടെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. 4 പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ കോമ്പോസിഷൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ടു ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സൈൻ എക്സ് സ്ക്വയറിനെ 2 ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനായിട്ട് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏതൊക്കെ 2 ഫങ്ഷൻസ് ആണ്. സൈൻ എക്സ് ആൻഡ് എക്സ് സ്ക്വയർ. So take f of x equal to sin x and g of x equal to x square. F composite g of x is f of g of x. That is f of x square. G of x x square. So f of x square. Now f of x is sin x. So what is f of x square? Sin x square. So g composite f of x is sin x square. അതായത് ഈ sin x square സൈൻ എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും കോമ്പോസിഷൻ ആണ്. നമുക്കറിയാം സൈൻ എക്സ് കണ്ടിന്യൂസ്. എന്തുകൊണ്ടാണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഓൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ജി ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 2. So it is continuous. It is a polynomial function, so it is continuous. Now this f composite g, sin x square is composition of f and g, so it is continuous. So sin x square is a continuous function. സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സുന്ദരമായ ഗ്രാഫാണ്. റഫായിട്ട് ഇത് ചെറുതായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൻ്റെ സൈഡിൽ വരച്ച് വെച്ചേക്കുക. വളരെ ഭംഗിയുള്ള ഗ്രാഫാണ് സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. Now next problem, show that f of x equal to cos x square is a continuous function.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതൊക്കെ രണ്ട് ഫംഗ്ഷൻസ് ആണ് എടുക്കേണ്ടത്. ഏതൊക്കെ രണ്ട് ഫംഗ്ഷൻസ് ആണ്? cos x and x square. Let h of x equal to cos x and g of x equal to x square. Then h composite g of x is h of g of x. g of x x square. So h of x square. h of x cos x ആണ്. h of x square എന്തായിരിക്കും? cos x square. So our function is composition of h and g. h is cos x, trigonometric function. g is x square, polynomial functions. All trigonometric functions are continuous. All polynomial functions are continuous. So h and g are continuous. Their composition is continuous. So cos x square is continuous function. ഇതുപോലെ എഴുതി വെക്കണം. cos x സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. ചെറിയ വ്യത്യാസമുണ്ട്. സൈൻ എക്സ് സ്ക്വയറും കോസ് എക്സ് സ്ക്വയറും ഇവിടെ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ഗ്രാഫിലെ വ്യത്യാസം നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാകും അല്ലേ. ഇതാണ് കോസ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. Now next one, show that function defined by f of x equal to modulus of cos x is a continuous function. Modulus of cos x. ഇപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ രണ്ട് ഫംഗ്ഷൻസ് എടുക്കേണ്ടത്? modulus of x and cos x. h of x equal to modulus of x and g of x equal to cos x. ഇതിൻ്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ h composite g of x is h of g of x. g of x is cos x. So h of cos x. h of x is modulus of x. h of cos x എന്തായിരിക്കും? modulus of cos x. Now here modulus function is continuous. Trigonometric function is continuous. Their composition is also continuous. So modulus of cos x is a continuous function. Modulus of cos xന്റെ ഗ്രാഫാണ്. ഇതാണ് മോഡുലസ് ഓഫ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. ഇതുപോലെ തന്നെ മോഡുലസ് ഓഫ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് ജിയോജിബ്ര ഉപയോഗിച്ചിട്ട് വരിക. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് സൈൻ എക്സ് കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ. Now next is examine that sin modulus of x is a continuous function. ഇവിടെ എടുത്ത ഫംഗ്ഷൻ സൈൻ മോഡുലസ് ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെ എടുക്കേണ്ട രണ്ട് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? സൈൻ എക്സ് ആൻഡ് മോഡുലസ് ഓഫ് എക്സ്. വളരെ ഈസി അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്ന രണ്ട് ഫംഗ്ഷൻസ് സൈൻ എക്സും മോഡുലസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് മോഡുലസ് ഓഫ് എക്സ്. എഫ് ഓഫ് മോഡുലസ് ഓഫ് എക്സ്, ദറ്റ് ഇസ് സൈൻ മോഡുലസ് എക്സ്. So this function is composition of sin x and modulus of x. Trigonometric functions are continuous. Modulus is continuous function. So their composition is also continuous. So sin mod x is a continuous function. Okay. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 10 പ്രോബ്ലംസ് ചെയ്തു. ഈ പ്രോബ്ലംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ നോട്ട് നന്നായിട്ട് എഴുതി വെക്കുക. ഈ ബ്ലാക്ക് ബോർഡിൽ കാണുന്നതെല്ലാം നോട്ടായിട്ട് തന്നെ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ഫിഗറൊക്കെ നിങ്ങൾ സൈഡിൽ ചെറുതായിട്ട് വരച്ച് വെക്കണം. നമുക്ക് ആ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കാൻ ഫിഗർ നമുക്ക് നന്നായിട്ട് സഹായിക്കും. ഓക്കെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ സൈൻ മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, താങ്ക് യു.